ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിലെ മൊഡ്യൂൾ 1 വാട്ട് ഹി സെഡ് എന്ന ചാപ്റ്ററാണ്. വാട്ട് ഹി സെഡ്, അവൻ പറഞ്ഞത് അല്ലേ, അവൻ പറഞ്ഞത്. അവയാർ അല്ലേ, പലർക്കും ചിലപ്പോൾ ഈ ഒരു നാമം സുപരിചിതമായിരിക്കില്ല അല്ലേ, ഒരു അൺഫെമിലിയർ ആയിട്ടാണ് നമുക്ക് പലർക്കും ഈ ഒരു കവിയെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. അതിനെന്താണ്, ഒരു കാരണവുമുണ്ട്. അത് നമുക്ക് വഴിയെ അറിയാം. അവയാർ, അവയാർ ആരാണ്? അവയാർ ഈസ് ദ നെയിം ഗിവൺ ടു വൺ ഓർ മോർ ഫീമെയിൽ തമിഴ് പോയറ്റ്സ് ഹു ലിവ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഇൻ തമിഴ് ലിറ്റററി ഹിസ്റ്ററി. തമിഴ് സാഹിത്യ ചരിത്രത്തിലെ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒന്നോ അതിൽ കൂടുതലോ സ്ത്രീ കവിയത്രികൾക്ക് നൽകുന്ന പേരാണെന്ത്? അവയാർ അല്ലേ. അവയാർ കവിയത്രികൾക്ക് നൽകുന്ന പേരാണ്. തമിഴ് പോയറ്റ്സ് ആണ് അവർ അല്ലേ. ദ മോസ്റ്റ് ഫേമസ് എമോങ് ദം ഈസ് സംഗമെറ. ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സംഗമെറയിലെ അവയാറാണ്. ഇതിലെ ഫേമസ് ആയിട്ടുള്ളത് സംഗമെറയിലെ അവയാറാണ്. എ സെലിബ്രേറ്റഡ് ഫീമെയിൽ പോയറ്റ് ആൻഡ് മോറലിസ്റ്റ് ബിലീവ്ഡ് ടു ഹാവ് ലിവ്ഡ് ഇൻ ഡ്യൂറിങ് ഫസ്റ്റ് സെഞ്ചുറി BC. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന, അങ്ങനെ വിശ്വസിച്ചു പോരുന്ന ഒരു കവിയത്രിയാണ് അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ. ഔവൈ, ഇനി എന്താണ് ഔവൈ എന്നതിൻ്റെ അർത്ഥം? റെസ്പെക്റ്റഡ് എൽഡർലി വിമൻ ഇൻ തമിഴ് അല്ലേ. തമിഴിൽ എന്താണ്? റെസ്പെക്റ്റഡ് എൽഡർലി വുമൻ അല്ലേ, ബഹുമാനപ്പെട്ട വാർദ്ധക്യത, അതായത് ബഹുമാനിക്കപ്പെടുന്ന കുറച്ച് വയസ്സുള്ള സ്ത്രീയെ കുറിച്ചാണ് അവൈ എന്ന് പറഞ്ഞത്. യാർ എന്ന് പറഞ്ഞാൽ, യാർ ഈസ് ആൻ ഹോണോറിഫിക് സഫിക്സ്. അതൊരു ബഹുമാന സൂചകമായി നൽകുന്ന ഒരു സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അടയുന്ന സാധനം അല്ലേ. അവൈ അതിൻ്റെ സഫിക്സ് ആണ് യാർ. സോ അവയാർ മീൻസ് റെസ്പെക്റ്റഡ് ലേഡി ഓർ വൈസ് ഓൾഡ് വുമൻ. അപ്പോൾ അവയാറിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ബഹുമാനപ്പെട്ട സ്ത്രീ എന്നോ അല്ലെങ്കിൽ ബുദ്ധി, അതായത് കുറച്ച് അറിവൊക്കെ ഉള്ള സ്ത്രീ എന്നുള്ളതാണ്, പ്രായമുള്ള സ്ത്രീ എന്നാണ്. ഇനി അവരുടെ കീ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. കീ കോൺട്രിബ്യൂഷൻസ്. അവയാർ വാസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു സംഗം പോയട്രി, എസ്പെഷ്യലി ഇൻ അകം ആൻഡ് പുറം ജോൺറേഴ്സ്. അവയാർ എന്നുള്ളത് സംഗം പോയട്രിയിലാണ് ആയ ഒരു കവിയത്രി. അവർ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നടത്തിയിട്ടുള്ളത്. പ്രത്യേകമായിട്ട് പറയാം, അകം എന്നാൽ ലവ്, പ്രണയത്തെക്കുറിച്ച് പറയുന്ന പോയട്രിയാണ്. ആൻഡ് പുറം എന്നാൽ ഹീറോയിക് ആയിട്ടുള്ള ജോണറാണ്. ഷീ റോട്ട് പോയംസ് ഫൗണ്ട് ഇൻ കുറുന്തോക്കൈ എന്ന പോയം എന്ന സമാഹാരത്തിലുണ്ട്. പുറനാനൂരു, നാട്ടിനൈ, ഐൻ കുറുന്നൊരു. എത്ര വ്യത്യസ്ത തരത്തിലുള്ള എഴുത്തുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. അവയാർ ഈസ് റിവേർഡ് ആസ് എ സിമ്പിൾ ഓഫ് വിസ്ഡം, സിംപ്ലിസിറ്റി ആൻഡ് വിർച്യൂ ഇൻ തമിഴ് കൾച്ചർ. തമിഴ് കൾച്ചറിൽ അവയാർ വിസ്ഡത്തിൻ്റെ ഒരു സിമ്പിളായിട്ടും അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയുടെയും അതുപോലെ തന്നെ നന്മയുടെയും സിമ്പിളായിട്ട്, വിർച്യൂവിൻ്റെയും സിമ്പിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഷീ ഈസ് ഓഫൻ പോർട്രേറ്റ് ആസ് എ സെയിൻലി ഫിഗർ ഹു റിഫ്യൂസ്ഡ് റോയൽ വെൽത്ത് ആൻഡ് മാരേജ്, ചൂസിങ് ഇൻസ്റ്റഡ് എ ലൈഫ് ഓഫ് സർവീസ്, പോയട്രി ആൻഡ് ലേണിംഗ് അല്ലേ. വളരെയധികം ആർഭാടത്തിലുള്ള അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ചൂസ് ചെയ്യാമെങ്കിലും അവർ എന്ത് ചെയ്തു? അവർ മാരേജിനെയോ സമ്പത്തിനെയോ ആഗ്രഹിക്കാതെ സർവീസിൻ്റെ അല്ലേ, അവർ സേവന മനോഭാവമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ സേവന ജീവിതം തിരഞ്ഞെടുത്തു. അതിൽ തന്നെ പോയട്രി ജീവിതം തിരഞ്ഞെടുത്തു. എന്നും പഠിക്കണം, എന്നും പഠനമാണ്, ജീവിതം തന്നെ പഠനമാണെന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇവരുടെ പേരിൽ എന്താണ് ഒരുപാട് സ്കൂളുകളും അവാർഡുകളും ഉത്സവങ്ങളും ഒക്കെ തമിഴ്നാട്ടിലുണ്ട്. ഓക്കെ, ഇനി സംഗം പോയറ്റ് എന്താണ്? സംഗം പോയറ്റ് ഈസ് എ തമിഴ് പോയറ്റ് ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ബോഡി ഓഫ് ക്ലാസിക്കൽ തമിഴ് ലിറ്ററേച്ചർ നോൺ ആസ് സംഗം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിലേക്ക് സംഭാവന നടത്തിയിട്ടുള്ള കവിയാണെന്ന് പറയാം സംഗം പോയറ്റ് എന്ന് പറയുന്നത്. വിച്ച് വാസ് കമ്പോസ് ബിറ്റ്വീൻ 300 BCE ആൻഡ് 300 CE അല്ലെ. 300 BCE അതുപോലെ 300 CE ഈ ഒരു കാലഘട്ടത്തിനിടയിലാണ് ഇത്തരം സംഗം ലിറ്ററേച്ചർ സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളത്. ദീസ് പോയറ്റ്സ് ആർ നോൺ ഫോർ ക്രിയേറ്റിംഗ് സം ഓഫ് ദി ഓൾഡസ്റ്റ്, റിച്ചസ്റ്റ് ആൻഡ് മോസ്റ്റ് റിഫൈൻഡ് പോയട്രി ഇൻ ഇന്ത്യൻ ട്രഡീഷൻ. ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ അല്ലെങ്കിൽ സാഹിത്യ പാരമ്പര്യത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പുരാതനമായിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള പോയട്രി ഉണ്ടാക്കിയെന്ന പേരിൽ പ്രശസ്തരാണ് ആര്? ഇവർ. അവയാർ സംഗം പോയറ്റുകൾ. ഇനി നമുക്ക് അവരുടെ കവിതയിലേക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഓ ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു. ഇവിടെ സ്പീക്കറാണ്, ഒരു ലവറാണ്. അത് ബോത്ത് മെയിൽ ആവാം ഫീമെയിൽ ആവാം. നമുക്ക് സമ്മറി വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഓ ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു. ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തില്ലേ? ആൻഡ് തിങ്കിങ് ഓഫ് യു, ഞാൻ ഇപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കുന്നു അല്ലേ. തിങ്ക് ഓഫ് യു അത് പാസ്റ്റാണ്. തിങ്കിങ് ഓഫ് യു എന്താണ്? ഇപ്പോഴും നിന്നെക്കുറിച്ച്
ഓർക്കുന്നു, അത് കണ്ടിന്യൂസ് ആണ്. ഡിഡ് ഐ നോട്ട് തിങ്ക് ആൻഡ് തിങ്ക് അഗെയിൻ ഓഫ് യു, ഞാൻ നിന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചിരുന്നില്ലയോ എന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ് ചെയ്യുന്ന ആരായിരിക്കാം? അവരുടെ ബിലവഡ് ആയിരിക്കാം. ഓക്കെ. ആൻഡ് ഈവൻ ആസ് ഐ തോട്ട് ഓഫ് യു വാസ് ഐ നോട്ട് ബെഫിൾഡ്, നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ഞാൻ എന്താണ്? വളരെ ബെഫിൾഡ് ആയിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബൈ ദ വേൾഡ്സ് ഡിമാൻഡ്സ് ദാറ്റ് ഹെൽപ് മീ ടു മൈ വർക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ എന്നെ എൻ്റെ ജോലിയോട് കൂട്ടിയിട്ടു. എൻ്റെ ജോലിയുമായിട്ട് എപ്പോഴും വ്യാപൃതരാവാൻ എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആവശ്യങ്ങളാണ് എന്നെ അതിലേക്ക് നയിച്ചത്. ഇവിടെ കവിയുടെ ഒരു ഫ്ലൈറ്റ്, ഒരു ദുരവസ്ഥ നമുക്ക് കാണാം അല്ലേ? ജീവിതത്തിൽ നമുക്ക് എന്താണ്? ഭക്ഷണം കഴിക്കണമെങ്കിൽ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ എന്ത് വേണം? പണം വേണം. പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗമാണെന്ത്? ജോലി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ തൊട്ട് അദ്ദേഹത്തിനെ തടുക്കുന്നുണ്ട് എന്നുള്ള ചെറിയൊരു ഇൻസ്റ്റൻസ് ആണ്, ചെറിയൊരു ഉണർത്തലാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഓലാവും ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു, വീണ്ടും കവി ചോദിക്കുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തിട്ടില്ലയോ? ആൻഡ് തിങ്ക് ഓഫ് യു ടിൽ ഐ വിഷ്ഡ് I were here to sate my passion till the split of desire that once wet branch of the tall tree would thin till I can bend and scoop a ring of water with my hands. നിന്നോടുള്ള എൻ്റെ ഈ ഒരു പ്രണയം, എൻ്റെ ഈ ഒരു സ്നേഹം അത് തൃപ്തി അടയുന്നില്ല. എത്രത്തോളമുണ്ട്? till this flood of desire, എൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പ്രളയമുണ്ടല്ലോ, ആഗ്രഹത്തിൻ്റെ പ്രളയം, എൻ്റെ ഈ പ്രണയത്തിൻ്റെ പ്രളയം that once wet the branches of the tall tree, മരത്തിൻ്റെ, ഒരു വലിയ മരത്തിൻ്റെ കൊമ്പുകൾ നനച്ചിരുന്ന ഈ ഒരു ഫ്ലഡ് ഉണ്ടല്ലോ, വുഡ് തിൻ ടിൽ ഐ ക്യാൻ ബെൻഡ് ആൻഡ് സ്കൂപ്പ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ, അതിങ്ങനെ ചുരുങ്ങിപ്പോകും. എപ്പോൾ? ഞാൻ ഒരു കുമ്പിൾ വെള്ളം എടുത്ത് എനിക്ക് എൻ്റെ ദാഹം തീർക്കാൻ കഴിയുന്ന കാലത്തോളം എന്ത് ചെയ്യുന്നു? അത്രത്തോളം തന്നെയാണ് എൻ്റെ ഈ പ്രണയമുള്ളത് എന്നാണ് കവി പ്രാഥമികമായി പറഞ്ഞു വെക്കുന്നത്. ഇനി അത് ഒരു അകംപോയത്തിൻ്റെ അല്ലേ, ഹി സെഡ്, ഒരു അകംപോയത്തിൻ്റെ എക്സാമ്പിളാണ്. അകംപോയംസ് ആർ സ്പോക്കൺ ബൈ എ പേഴ്സൺ, അത് ഒരാളാണ് പറയുന്നത് അല്ലേ, എ പേഴ്സൺ, നോട്ട് ദ പോയറ്റ് ദംസെൽഫ്. അത് പോയറ്റ് അല്ല അല്ലെ, സ്പീക്കർ പോയറ്റ് അല്ല, മറിച്ച് പോയറ്റ് നറേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കറായിട്ട് കൊടുക്കുന്ന മറ്റൊരാളാണ്. ദീസ് പോയംസ് യൂഷ്വലി ഫീച്ചർ വിമൻ, മെൻ ഇൻ ലവ്, ഫോസ്റ്റർ മദേഴ്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് അല്ലേ. ഇവിടെ സാധാരണ സ്പീക്കറായിട്ട് വരുന്നത് അല്ലെങ്കിൽ വിഷയമായിട്ട് വരുന്നത് സ്ത്രീയോ അല്ലെങ്കിൽ പ്രണയത്തിലുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ രണ്ടാനമ്മമാരോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സോ അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. അകം പോയംസ് ഓഫൺ പോർട്രേ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഡു നോട്ട് സ്പെസിഫൈ പർട്ടിക്കുലർ പ്ലേസസ്. മൊത്തത്തിലൊരു സ്ഥലത്തെക്കുറിച്ചായിരിക്കും പ്രതിപാദിക്കുന്നുണ്ടാവുക, ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ടാവില്ല. ദേ ഫോക്കസ് ഓൺ ദ ഇൻറ്റീരിയോറിറ്റി ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോറിംഗ് ലവ് ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ്. സെപ്പറേഷനിലുള്ള പ്രണയത്തെക്കുറിച്ച് അതിൽ വിഷയമായിട്ട് വരുന്നുണ്ട്. യോജിപ്പ് അല്ലെങ്കിൽ യൂണിയൻ്റെ സമയത്തുള്ള പ്രണയം അല്ലെ, രണ്ട് പ്രണയിതാക്കളും ഒരുമിക്കുന്ന സമയത്തുള്ള പ്രണയത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ്, പ്രണയത്തിന് മുമ്പുള്ള പ്രണയം അല്ലേ, അതിനുശേഷമുള്ള പ്രണയം, അതായത് രണ്ട് സമയത്തും, അതായത് മുമ്പുള്ള പ്രണയം തന്നെ അതിന് ശേഷവും ശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പല ബന്ധങ്ങളും നമുക്ക് മുറിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ വിവാഹബന്ധത്തിന് മുമ്പുള്ള പ്രണയവും അതിനുശേഷമുള്ള പ്രണയവും എത്രത്തോളം ആണെന്നുള്ള വിലയിരുത്തലെല്ലാം തന്നെ രചനകളിൽ വരുന്നതായിട്ട് കാണാം. പിന്നെ ചാസ്റ്റിസിറ്റി, ചാരിത്രം ചതിക്കപ്പെടുന്നുണ്ടോ, പിന്നെ ബെറ്റർ ചതിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഇതായിട്ട് വരുന്നുണ്ട്. The poem presents a series of questions where അവയാർ assumes the person of male lover separated from his belover. അപ്പോൾ അവയാർ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് തൻ്റെ പ്രണയിനിയെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയിതാവിൻ്റെ ഒരു വിലാപമാണ് ഈ കവിത എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ കവിത. The poem presents a series of questions where അവയാർ assumes the person of a male lover separated from his beloved. In separation, the speaker thinks of the beloved, leading to more thoughts of their separation. അല്ലേ, ഈ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്ത് അവർ ആലോചിക്കുന്നത് എന്താണ്? ഈ സെപ്പറേഷനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവർ രണ്ട് പിരിഞ്ഞു അല്ലേ, ഇപ്പോൾ തൽക്കാലം അവർ തമ്മിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് സെപ്പറേഷനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നു. ഓക്കെ, ദ സ്പീക്കർ ഈസ് ബാഫിൾഡ് ബൈ ദ ഡിമാൻഡ്സ് ഓഫ് ദ വേൾഡ്സ് അല്ലേ, മെൻസ് ഡൊമൈൻ. അതായത് ലോകത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആണുങ്ങളെ കൊണ്ടുള്ള, പുരുഷന്മാരെ കൊണ്ടുള്ള ഒരു ആവശ്യമെന്നുള്ളത്. പൊതുവെ ആണുങ്ങളാണ് ബ്രെഡ് വിന്നേഴ്സ് ആയിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സം സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓർ സോഷ്യൽ ഐഡിയോളജീസ്, ബട്ട് ഇറ്റ്സ് കോമൺ ഹിയർ അല്ലേ, ഇവിടെ കോമൺ ആണ്. that hold him to his work, keeping me away from his beloved അല്ലേ, അവൻ്റെ പ്രണയത്തിൽ നിന്ന് വിദൂരത്താക്കുന്നത് കാരണം എന്താണ്? അവൻ്റെ ജോലിയാണ്. His desires is unite with his lover and satisfy his flood of desire. അവൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രളയത്തെ ശമിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ട്? അവൻ്റെ പ്രണയവുമായി ഒന്ന് ചേർന്നിട്ട് അവൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രണയത്തെ ശമിപ്പിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. The flood of desire is a strong metaphor indicating an insatiability.
അപ്പോൾ എത്രത്തോളം ഇവിടെ ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നത് അവൻ്റെ അതൃപ്തി അല്ലെങ്കിൽ അവൻ്റെ അതൃപ്തിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെറ്റഫറാണ്, സ്ട്രോങ് മെറ്റഫറാണ്. ഇവിടെ ടേൺ ഫ്ലഡ് ദാറ്റ് ടച്ചസ് ദ ടോപ്പ് ഓഫ് ദ ട്രീസ്, അല്ലേ? അത്തരത്തിലുള്ള മരങ്ങളുടെ മുകളിൽ വരെ തട്ടുന്ന തരത്തിലുള്ള ഫ്ലഡിനെ അവനക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഇൻറ്റു എ പൂൾ അറൗണ്ട് ഹിസ് ലെഗ് ടു ഡ്രിങ്ക്, അല്ലേ? അവൻ്റെ കാലിന് അടുത്തുള്ള ഒരു പൂളിലേക്ക് അവനക്ക് ഇത്തരം ഫ്ലഡിനെ ചുരുക്കാൻ പറ്റുമെങ്കിൽ ഹി വുഡ് സ്റ്റിൽ കണ്ടിന്യൂ ടു ഡ്രിങ്ക്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? അവൻ വീണ്ടും ആ പാനത്തിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കും. ദിസ് ഇമേജ് സിംബലൈസസ് ദ എക്സ്പാൻസീവ് നേച്ചർ ഓഫ് ലവ് ആൻഡ് ഡിസയർ ദാറ്റ് അവയർ എക്സ്പ്രസസ് ത്രൂ മെയിൽ ലവർ, അല്ലേ? ഒരു പുരുഷനായിട്ടുള്ള പ്രണയിതാവിൻ്റെ പ്രണയത്തിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത് എന്താണ്? എക്സ്പാൻസീവ് നേച്ചർ ഓഫ് ലവ് ആണ്, അല്ലേ? പ്രണയത്തിൻ്റെ വിശാലമായിട്ടുള്ള ഒരു പ്രകൃതമാണ്, ഫീച്ചറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇൻ തമിഴ് സംഘം ട്രഡീഷൻ പോയറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് അകംപുറം, അല്ലേ? തമിഴ് സംഘം ട്രഡീഷനിൽ പോയംസിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അകമുണ്ട്, പുറമുണ്ട്. അകം പോയംസ് ലവ് പോയംസ് ആണ്, പുറം പോയംസ് പബ്ലിക് പോയംസ് ആണ്, അബൌട്ട് വാർ, വാല്യൂസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ സെൻട്രൽ തീമുകൾ എന്താണ്? ഓവർവെൽമിംഗ് ലവ് ആൻഡ് ഡിസയർ, ഇതിനെക്കുറിച്ച് എന്താണ്? അതിതീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിജയിക്കുന്ന പ്രണയവും ആഗ്രഹവുമാണ് ഇതിലെ മെയിൻ തീം. സെപ്പറേഷൻ പെയിൻ, അല്ലേ? എന്താണ്? ഒരു വിദൂരത്താവുന്നതിൻ്റെ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്താവുന്നതിൻ്റെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദന ഇതിലുണ്ട്. ലവ് വേഴ്സസ് ഡ്യൂട്ടി, അല്ലേ? ഒരുത്തൻ്റെ പ്രണയവും അവൻ്റെ ഉത്തരവാദിത്വവും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പരസ്പരം അവർ രണ്ടുപേരും വിദൂരത്താവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻസാറ്റിയബിൾ ലവ്, അതൃപ്തനല്ലാത്ത ഒരിക്കലും തൃപ്തിയാവാത്ത പ്രണയം, അല്ലേ? കോൺസ്റ്റൻ്റോടെ നിരന്തരമായ ആലോചന, അതാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And if you guys would like to share this video to some of your friends who are studying the English literature from Calicut University, that will be very pleaseful. And if you guys have any doubts, please feel free to comment on this, or feel free to approach me through the Telegram group. Telegram ഗ്രൂപ്പിലൂടെ എന്നെ അപ്രോച്ച് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലെല്ലാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. So you can go there and just look there. Okay, so that's it guys. Do subscribe. Thank you.